ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പ്രസിഡന്റ് പദവി നഷ്ടമായ സിറിയൻ ഭരണാധികാരി ബഷാറുൽ അസദിന് മറ്റൊരു തിരിച്ചടി. ഭാര്യ അസുമ അസദ് വിവാഹബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ട്. നിലവിൽ റഷ്യയിൽ അഭയം തേടിയ അസദും കുടുംബവും മോസ്കോയിൽ കഴിയുന്നുവെന്നാണ് വിവരം. അസുമ മോസ്കോയിലെ കോടതിയെ സമീപിച്ചുവെന്നാണ് അറബ് തുർക്കിഷ് മാധ്യമങ്ങളിലെ വാർത്ത. 24 വർഷം പ്രസിഡന്റ് പദവി അലങ്കരിച്ച ബഷാറുൽ അസദ് ഈ മാസം ആദ്യവാരത്തിലാണ് വിമതർ പിടിക്കുമെന്നുറപ്പായ വേളയിൽ സിറിയ വിട്ടത്. അസദിന് അഭയം നൽകിയെന്ന് പിന്നീട് റഷ്യ സ്ഥിരീകരിച്ചു. താൻ പോരാടുകയായിരുന്നുവെന്നും റഷ്യയുടെ ആവശ്യം പരിഗണിച്ചാണ് രാജ്യം വിട്ടതെന്നും കഴിഞ്ഞ ദിവസം അസദ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു. അസദിന്റെ ഭാര്യ അസ്മ ബ്രിട്ടനിലാണ് ജനിച്ചത്. അസ്മയുടെ സിറിയൻ വംശജരായ മാതാപിതാക്കൾ ബ്രിട്ടനിലേക്ക് കുടിയേറിയതായിരുന്നു. ലണ്ടനിൽ ജനിച്ച അസ്മ തന്റെ 25-ാം വയസ്സിലാണ് സിറിയയിലേക്ക് താമസം മാറ്റിയത്. 2000-ലായിരുന്നു ഇത്. ഇതേ വർഷമാണ് ഹാഫിസുൽ അസദ് മരിച്ചതും. മകൻ ബസാറുൽ അസദ് ഇതോടെ സിറിയയുടെ പ്രസിഡന്റായി. ഈ വർഷം തന്നെ അസ്മയും അസദും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു. 1971 മുതൽ 2000 വരെ ഹാഫിസുൽ അസദ് ഭരിച്ച സിറിയ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ബഷാറുൽ അസദ് അധികാരമേറ്റ വേളയിലും സ്ഥിതി മറിച്ചായിരുന്നില്ല. 2011-ലാണ് സർക്കാർ വിരുദ്ധ വിപ്ലവം തുടങ്ങിയത്. ഈ മാസം അസദ് രാജ്യം വിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. റഷ്യയിൽ കടുത്ത നിയന്ത്രണത്തിലാണ് അസദ് കഴിയുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അസദിന് അഭയം നൽകിയെങ്കിലും റഷ്യ അദ്ദേഹത്തിന്റെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മോസ്കോ വിട്ടുപോകാൻ സാധിക്കില്ല. രാഷ്ട്രീയമായ ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ സാധിക്കില്ലത്രേ. പണവും ആസ്തികളും ഉപയോഗിക്കാൻ സാധിക്കാത്ത മട്ടാണ്. 270 കിലോ സ്വർണം, $200 കോടി, 18 അപ്പാർട്ട്മെന്റുകൾ എന്നിവ അസദിന്റേതായി മോസ്കോയിലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടച്ചിട്ട മുറിയിൽ താമസിക്കും പോലെയുള്ള ജീവിതമാകാം അസമയെ വിവാഹമോചനത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് സംശയിക്കുന്നു. മോസ്കോ കോടതിയിൽ അവർ വിവാഹമോചനത്തിനായി ഹർജി നൽകിയിട്ടുണ്ടെന്നാണ് വാർത്ത. മാത്രമല്ല, മോസ്കോ വിട്ടുപോകാനും തന്റെ ജന്മനാടായ ബ്രിട്ടനിൽ താമസിക്കാനുള്ള ആഗ്രഹവും അസ്മ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ പ്രതികരണം കേട്ട ശേഷമാകും കോടതി അന്തിമ തീരുമാനമെടുക്കുക.